Hello, welcome to AnookTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് മെമ്മറി മാനേജ്മെൻറ്റ് ഇൻ C++. C++ലെ സീരീസിൽ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് മെമ്മറി മാനേജ്മെൻറ്റ്. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ലെ ഏറ്റവും കോർ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയും. അതായത് നമ്മൾ C++ എല്ലായിടത്തും നമ്മൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പെർഫോമൻസ് അല്ലെങ്കിൽ അതിൻ്റെ മെമ്മറി മാനേജ്മെൻറ്റ് സ്റ്റൈൽ കൊണ്ടാണ് നമ്മൾ കുറേ സ്ഥലങ്ങളിൽ C++ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസും ബിൽഡ് ചെയ്തിട്ടുള്ളത് C++ കൊണ്ടാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു സം സെറ്റ് ഓഫ് ഡാറ്റ മാനേജ് ചെയ്യാണ്. അത് നമുക്കൊരു ഡാറ്റ കിട്ടും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, സം സെറ്റ് ഓഫ് ഓപ്പറേഷൻസ് നടത്തും, അതിനുശേഷം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇതാണ് നമ്മൾ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പ്രോഗ്രാമിങ്ങിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സാധനം എന്താണ്, മെമ്മറി. അവിടെയാണ് ഈ മെമ്മറി മാനേജ്മെൻറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ മെമ്മറി മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ എത്ര ടൈപ്പ് ഓഫ് മെമ്മറി ഉണ്ടെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സ്റ്റാക്ക് മെമ്മറി ആയിരിക്കും. അപ്പോൾ സ്റ്റാക്ക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടാക്കുകയാണെന്ന് വിചാരിക്കുക. ഇൻറ്റ് എക്സ് അല്ലെങ്കിൽ ഇൻറ്റ് വൈ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എന്തായിരിക്കും, ഒരു സ്റ്റാക്ക് മെമ്മറിയിലായിരിക്കും. അപ്പോൾ ഈ സ്റ്റാക്ക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അത് നമ്മളായിരിക്കില്ല മാനേജ് ചെയ്യുന്നത്. അത് എത്ര ബൈറ്റ് അലോക്കേറ്റ് ചെയ്യണം, എത്ര സ്പേസ് അലോക്കേറ്റ് ചെയ്യണം, അതിനെ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന ആരായിരിക്കും, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും, ഇതിനെ മാനേജ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിനാണ് നമ്മൾ സ്റ്റാക്ക് മെമ്മറി എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും, ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഉള്ള ഒരു ടൈപ്പ് ഓഫ് മെമ്മറിയാണ് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന, അതായത് C++ലെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്ന ഒരു മെമ്മറി എന്ന് പറയുന്നതാണ് ഹീപ്പ് മെമ്മറി എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ഹീപ്പ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഡൈനാമിക് മെമ്മറി എന്നാണ് പറയുക. അപ്പോൾ ഡൈനാമിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്രോഗ്രാമിംഗ് കമ്പൈലേഷൻ ടൈമിൽ ഇതിനറിയാൻ പറ്റില്ല ഇതിന് എത്രമാത്രം ഡാറ്റ വരുന്നുണ്ട്, ഇതിൽ എത്രമാത്രം മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊന്നും അതിനറിയാൻ പറ്റില്ല. പ്രോഗ്രാം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഡാറ്റ വരാം, ഡാറ്റ പോവാം, ഓക്കെ, ഡാറ്റ എക്സ്പാൻഡ് ചെയ്യാം, എനിവേ എന്തും സംഭവിക്കാം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, മെമ്മറി അലോക്കേറ്റ് ചെയ്യണം, ഡീഅലോക്കേറ്റ് ചെയ്യണം, മെമ്മറി മൂവ് ചെയ്യണം, മെമ്മറി ഡിലീറ്റ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരായിരിക്കും, നമ്മളായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ആസ് എ പ്രോഗ്രാമർ ആയിരിക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഈ ഹീപ്പ് മെമ്മറിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹീപ്പ് മെമ്മറി നമ്മൾ ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് മാനേജ് ചെയ്യണം. അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി പോകും. അപ്പോൾ ഇവിടെയാണ് മെമ്മറി മാനേജ്മെൻറ്റ് നമ്മുടെ വരുന്നത്. അപ്പോൾ ഹീപ്പ് മെമ്മറി എപ്പോഴാണോ നമ്മൾ ആക്സസ് ചെയ്യുന്നത് അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെമ്മറിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ C++ൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ C++ൻ്റെ സീരീസ് തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിലാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹീപ്പ് മെമ്മറിയിൽ നമുക്കൊരു അലോക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കീവേഡാണ് യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ന്യൂവും ഡിലീറ്റും. ന്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനോട് പറയുകയാണ് എനിക്ക് വേണ്ടത് ഹീപ്പ് മെമ്മറിയിലാണ്, സോ അതിനുള്ളൊരു പെർമിഷൻ എനിക്ക് തരണം എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയും എന്നാൽ നീ എന്താ വെച്ചാൽ ചെയ്തു, നിനക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്യാനുള്ള പെർമിഷൻ തരും. ഓക്കെ, അപ്പോൾ ന്യൂ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ന്യൂ വെച്ചിട്ടുള്ള ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യില്ല, ആ മെമ്മറീനെ ഓട്ടോമാറ്റിക്കലി ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യില്ല, ഡിലീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ തന്നെ മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ഓപ്പറേറ്ററും വിളിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ ന്യൂ ആൻഡ് ഡിലീറ്റ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടുള്ള വീഡിയോയിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഈ ന്യൂ ആൻഡ് ഡിലീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹീപ്പ് മെമ്മറീനെ മാനേജ് ചെയ്യുന്നത്. ഓക്കെ, ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, നമുക്ക് ഒരു ഇൻറ്റിജർ എക്സും വൈയും നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ഹീപ്പ് മെമ്മറിയിൽ ഒരു ഇൻറ്റിജർ നമുക്ക് ഉണ്ടാക്കണം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പോയിന്റേഴ്സ് ആയിട്ടാണ് നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു മെമ്മറി അഡ്രസ്സാണ് നമ്മൾ മാനേജ് ചെയ്യാൻ പോകുന്നത്. മെമ്മറി നമുക്ക് ആക്സസ് ചെയ്യാന്ന് പറഞ്ഞാൽ മെമ്മറി അഡ്രസ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് പോയിന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഇൻറ്റിജർ വേരിയബിൾ നമുക്ക് ഹീപ്പിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ന്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കീവേഡ് യൂസ് ചെയ്യാം. അതിനുശേഷം ഇൻറ്റ് എന്ന് എഴുതാം. അതിനുശേഷം അതിൻ്റെ വാല്യൂ നമുക്ക് എത്ര വെച്ചാൽ കൊടുക്കാം. അപ്പോൾ 10 ആണെങ്കിൽ 10, 100 ആണെങ്കിൽ 100, 1000 ആണെങ്കിൽ 1000 എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഈ കീവേഡ് നമുക്കൊരു അഡ്രസ്സ് സെൻഡ് ചെയ്ത് തരും, നമുക്ക് റിട്ടേൺ ചെയ്ത് തരും. ഈ അഡ്രസ്സിൽ നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത് എന്തായിരിക്കണം, ഒരു ഇൻറ്റിജർ പോയിന്ററിലായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. കാരണം എന്താ പറയുക, ഇതൊരു മെമ്മറി അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റിജർ പോയിന്ററിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നു, അതിനെ ആക്സസ് ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു അലോക്കേറ്റ് ചെയ്തൊരു സാധനത്തിനെ
ഈ സംഭവത്തിന് PTR വെച്ചിട്ടാണല്ലോ ആക്സസ് ചെയ്ത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സിമ്പിളി എന്ത് ചെയ്താൽ മതി, ഡിലീറ്റ് ഓഫ് പോയിന്റർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും. സിമ്പിൾ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെമ്മറി ആക്സസ് ചെയ്യാനും മെമ്മറി ഡിലീറ്റ് ചെയ്യാനും പഠിക്കും. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷൻ എഴുതി, ആ ഫംഗ്ഷൻ എഴുതിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ന്യൂ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വിളിച്ചു. ഓക്കെ, ഇൻ കേസ് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നതിന് ശേഷം ഈ ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്പറേഷൻ നമുക്ക് വിളിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഈ മെമ്മറി എന്ത് ചെയ്യും, അൺആക്സസിബിൾ ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അതായത് ഇത് ഓൾറെഡി അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, നമ്മൾ ഡിലീറ്റ് ചെയ്തില്ലെങ്കിൽ വേറൊരു സംഭവത്തിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, ഈ മെമ്മറി കുറേ കെട്ടിക്കിടക്കുകയാണെങ്കിൽ, മെമ്മറി ആണോ അലോക്കേറ്റ് ചെയ്തിട്ട് ഡീഅലോക്കേറ്റ് ചെയ്യാതെ കിടക്കുന്ന മെമ്മറീസ് ഇങ്ങനെ കുറേ വന്നതിന് ശേഷം മെമ്മറി ഫുള്ളായി വിചാരിക്കുക. അപ്പോഴാണ് നമ്മുടെ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന സംഭവം വരിക. ഓക്കെ, മെമ്മറി ലീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി നമുക്ക് ഫർദർ അലോക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ അതിനെ മെമ്മറി ലീക്ക് എന്ന് പറയും. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അതായത് C++ൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സംഭവമാണ് സ്മാർട്ട് പോയിന്റേഴ്സ് എന്ന് പറയും. അപ്പോൾ സ്മാർട്ട് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂവിനെയും ഡിലീറ്റിനെയും എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റാപ്പർ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ കോൾ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ന്യൂ വിളിക്കേണ്ട കാര്യമില്ല, ഡിലീറ്റ് നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ സ്മാർട്ട് പോയിന്റേഴ്സ് ഉണ്ടാക്കിയാൽ മതി. സ്മാർട്ട് പോയിന്റേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്മാർട്ട് പോയിന്റേഴ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി എല്ലാ കാര്യങ്ങളും നടന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്മാർട്ട് പോയിന്റേഴ്സ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ എന്തെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് എത്ര ടൈപ്പ് ഓഫ് സ്മാർട്ട് പോയിന്റേഴ്സ് ഉണ്ട്, അതിൻ്റെ ബേസിക്കലായൊരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്മാർട്ട് പോയിന്റേഴ്സ് എത്ര ടൈപ്പ് ഉണ്ട്, 3 ടൈപ്പ് ഓഫ് സ്മാർട്ട് പോയിന്റേഴ്സ് ആണ് നമുക്കുള്ളത്. ഓക്കെ, 3 ടൈപ്പ് ഓഫ് സ്മാർട്ട് പോയിന്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യുണീക്ക് പോയിന്റർ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഷെയർഡ് പോയിന്റർ ആണ്. തേർഡ് വൺ ഈസ് വീക്ക് പോയിന്റർ. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് പോയിന്റേഴ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ നോക്കുന്നത് യുണീക്ക് പോയിന്റർ എന്താണെന്നാണ്. യുണീക്ക് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേര് തന്നെ നമുക്ക് കിട്ടും. ഇത് ഒരു സിംഗിൾ ഓണർഷിപ്പ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് പോയിന്റർ ആണ് യുണീക്ക് പോയിന്റർ എന്ന് പറയും. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് പോയിന്റർ ആണ്. ഷെയർഡ് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഓണർഷിപ്പ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതായത് ഒരു റിസോഴ്സ് നമുക്ക് ഇവിടെ ഉണ്ട്, ഒരു ഡാറ്റ ഉണ്ട്, നമുക്ക് ഈ ഡാറ്റയുടെ മൾട്ടിപ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. മൾട്ടിപ്പിൾ പോയിന്റേഴ്സിന് നമുക്ക് പോയിന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസോഴ്സ് ഉണ്ട്, ഡാറ്റ വിചാരിക്കുക, ആ ഡാറ്റയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ ഫംഗ്ഷനിലോട്ട് നമുക്ക് അതിനെ സെൻഡ് ചെയ്യാനും അതിനെ യൂസ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് എത്ര ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടോ അതിനനുസരിച്ചുള്ള റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മളിവിടെ യൂസ് ചെയ്യും. റെഫറൻസ് കൗണ്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ് യൂസ് ചെയ്തിട്ടാണ് ഷെയർഡ് പോയിന്റർ യൂസ് ചെയ്യുന്നത്. ആ റെഫറൻസ് കൗണ്ട് എപ്പോൾ 0 ആവുന്നോ അപ്പോൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഇതിൻ്റെ ഈ മെമ്മറി ഡിലീറ്റ് ചെയ്യുള്ളൂ. പിന്നെ നെക്സ്റ്റ് നമുക്ക് പറയുന്ന ഒരു സംഭവമാണ് വീക്ക് പോയിന്റർ എന്ന് പറഞ്ഞ സംഭവം. വീക്ക് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർഡ് പോയിന്റർ പോലെ തന്നെയാണ്, പക്ഷേ അവിടെ എന്തൊരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഫറൻസ് കൗണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യില്ല. നമ്മൾ എപ്പോഴേലും ഒരു ഷെയർഡ് പോയിന്ററിനെ ഒരു വീക്ക് പോയിന്ററായിട്ട് വീക്ക് പോയിന്ററിലോട്ട് നമ്മൾ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ റെഫറൻസ് കൗണ്ട് കൂട്ടുന്നില്ല. റെഫറൻസ് കൗണ്ട് കൂട്ടാതെ നമുക്കതിനെ ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, ഒരു സം ആൾട്ടർ ആയിട്ടുള്ള ഒരു ഷെയർഡ് പോയിന്ററിന് നമുക്ക് പറയാൻ പറ്റുന്ന പേരാണ് വീക്ക് പോയിന്റർ എന്ന് പറയും. ഓക്കെ, പക്ഷേ വീക്ക് പോയിന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ പോയിന്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഇല്ല. വീക്ക് പോയിന്റർ എന്ന് വെച്ചാൽ വീക്ക് റിലേഷൻഷിപ്പാണ്, പേര് തന്നെ കിട്ടും, വീക്കായിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നമുക്കതിനെ ഓൺ ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ പോയിന്റ് ചെയ്യാൻ മാത്രമേ പറ്റൂ, ജസ്റ്റ് റെഫറൻസ് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വരും. അപ്പോൾ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മളിതിൻ്റെ എല്ലാതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ ഓരോ സെപ്പറേറ്റ് 3 വീഡിയോസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.